മുതൽ ഇങ്ങോട്ട് ഞാൻ പാമ്പുകളെക്കുറിച്ച് ക്ലാസ്സുകൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കാസർഗോഡ് മുതൽ പാറശാലയിൽ എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അന്നത്തെ അധികാരികളും മന്ത്രിമാരൊക്കെ വാക്കാലെ പറഞ്ഞു കേരളത്തിൽ മുഴുവൻ അവയർനെസ് ആവശ്യമാണെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. 2015 മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു അവാർഡ് ഈ 2026 4 മാസം 6 തീയതി എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അവാർഡായിരുന്നു. എനിക്കെതിരെ ഒരു കേസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2015 പാമ്പിനെ വെച്ച് ക്ലാസ് എടുത്ത്, അതിന് മുന്നേയൊക്കെ ക്ലാസ് എടുത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ 2024 ഒരു കേസ് മനഃപൂർവ്വമായിട്ട് എൻ്റെ പേരിൽ ചാർജ് ആക്കുകയും അത് വാറണ്ടാക്കി ഈ ഏപ്രിൽ മാസം 6 തീയതി അറസ്റ്റ് വാറണ്ടാക്കി തന്നു. അത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിലെ അധികാരികൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കാരണം 10-39 വർഷമായി ഞാൻ ഈ മേഖലയിൽ എൻ്റെ ജീവിതമെല്ലാം ഒഴിഞ്ഞു വെച്ച് സഞ്ചരിച്ചതിന് കേരളത്തിൻ്റെ അധികാരികൾ തന്ന അവാർഡിന് ഇടയ്ക്ക് വാവാ സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാണ്. അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ബാത്റൂമിലെ വെള്ളം എടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവഗണനകളൊക്കെ കേട്ടുള്ള കഥയാണ്. അതൊക്കെ താണ്ടി ഈ ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഠിനാധ്വാനം തന്നെയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. കാരണം ഒരുപാട് പാമ്പുകൾ, എന്താണ് വാവാ സുരേഷ് എന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് പിടുത്തക്കാരൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ആരാണെന്നൊന്ന് ചിന്തിക്കേണ്ടി വരില്ല. അപ്പം തന്നെ ചാടി ഉതിരും വാവാ സുരേഷ്. അത് കഴിഞ്ഞിട്ട് ഈ മറ്റെണ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഇങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. വളരെ മോശം തന്നെ പരിപാടിയാണ്. കാരണം അദ്ദേഹം ചെയ്ത സംഭാവനകൾ അനവധിയാണ്. ഒരുപാട് പാമ്പുകളെ കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാട് അദ്ദേഹം തിരുത്തി തന്നൊരു വ്യക്തിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു തീപിടുത്തമുണ്ടായ ഫയർഫോഴ്സ് അല്ലെങ്കിൽ എന്തിനാ ആക്രമണം നടന്ന പോലീസ് സ്റ്റേഷൻ വിളിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ ആംബുലൻസ് വിളിക്കണം. പക്ഷേ ഒരു പാമ്പുകൾ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നതൊക്കെ അധികവും വാവാ സുരേഷിനെയാണ്. അങ്ങനെ അദ്ദേഹം ചില സമയത്ത് അദ്ദേഹത്തിന് അർഹിച്ച ശമ്പളം പോലും കിട്ടില്ല. അദ്ദേഹത്തിനൊരു ദാമ്പത്യ ജീവിതം വേണ്ട വെച്ചു, കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചു, സർക്കാർ ജോലി കിട്ടിയ ഗവൺമെൻറ് ജോലി പോലും വേണ്ടെന്ന് വെച്ച് പാമ്പുകൾക്ക് വേണ്ടി മാത്രം ജന്മമൊഴിച്ച് വെച്ചൊരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പാമ്പുകളെ കൊണ്ട് പാമ്പ് കടത്തി, വിഷം കടത്തി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിലൊന്നും പെടാതെ കൃത്യമായിട്ട് അവരെ പിടിച്ച് കൊല്ലാതെ വനത്തിലേക്ക് തന്നെ അവരുടെ വാസസ്ഥല വനത്തിലേക്ക് വിടുന്ന ഒരു വ്യക്തിത്വമാണ്. ഒന്നാമത്തെ ആൾ തന്നെയാണ് അദ്ദേഹം. അതിപ്പോൾ വേറൊരു പകരം വ്യക്തിയില്ല. പക്ഷേ ഈ മാതിരിയുള്ള അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ അധികാരികൾക്കൊക്കെ ഇദ്ദേഹത്തിനോട് ഇത്ര അമർഷം എന്താണ്? തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റായ കാര്യമാണ് ഈ അധികാരികളൊക്കെ ചെയ്യുന്നത്.